നമ്മളിപ്പോൾ ജയ്പൂരിൽ കൂടി യാത്ര ചെയ്യുകയാണ്. സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. ഇവിടുത്തെ ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതൊരു റിംഗ് റോഡാണ്. റിംഗ് റോഡിൻ്റെ നടുക്കൊരു നമുക്ക് മനസ്സിലാവുന്നൊരു ശിലാസ്തൂപമുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ സംഭവങ്ങളുള്ളതാണ്. ജസ്റ്റ് ഇങ്ങനെ നമുക്കിന്നിപ്പോൾ ജയ്പൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. മെയിൻ പോകേണ്ട സ്ഥലങ്ങളും ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള പ്ലേസുകൾ നമുക്ക് പോകണം. ഇത് നമ്മൾ പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമ്മളൊരു വണ്ടി ഓട്ടോ റെൻറ്റിനെടുത്ത് ഇങ്ങനെ പോവാണ്. ഓട്ടോ ആണ് നമുക്ക് സുഖം, നല്ല വ്യൂ. ഇതിപ്പോൾ നമ്മളൊരു സിഗ്നലിലെത്തി. അതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ബിർള മന്ദിർ. പിന്നെ ബിർള മന്ദിറിൻ്റെ ഈ സൈഡിൽ വലിയൊരു കോട്ടയുണ്ട്. അതൊരു മലയുടെ ടോപ്പിലാണ് കോട്ട. അപ്പോൾ ഫസ്റ്റ് ബിർള മന്ദിറിലോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. പോയി നോക്കാം. അപ്പോൾ നമ്മൾ ബിർള മന്ദിറിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇതൊരു ഗാർഡനാണ്. ഗാർഡനിൽ നിന്ന് ഇങ്ങനെ നടന്ന് പോകണം. ആവശ്യത്തിന് തിരക്കുണ്ട്. പോയി നോക്കാം. ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ബിർള മന്ദിർ. സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഉണ്ട് ഇവിടെ. നല്ല അടിപൊളി ഗാർഡനാണ്. നമ്മുടെ നാട്ടിലെ മുല്ലപ്പൂവാണ്. ഇവിടെ ഇഷ്ടം പോലെ എല്ലാം മുല്ലപ്പൂ ചെടി ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു തോമ്പ് പോലെയാണ്. ഇതാണ് എൻ്റെ ഔട്ട്ലുക്ക്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫുള്ള് മാർബിളിലാണ് പണിതേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ എല്ലാം ഗാർഡനാണ്. ഗാർഡൻ എല്ലാം പണിക്കാരെല്ലാം റെഡിയാക്കുന്നുണ്ട്. ഇങ്ങോട്ടൊരു വലിയൊരു കോട്ടയുണ്ട് ടോപ്പിൽ. കാണാൻ നല്ല ഭംഗിയുണ്ട്, വൃത്തിയുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൽ ഷൂസ് കൊടുക്കണം. സോക്സ് അലോഡഡാ. എൻട്രി ഫീസ് ഒന്നുമില്ല. ഇങ്ങനെ കയറുക. നമ്മളിങ്ങനെ ഈ വഴി ഒന്ന് കയറുകയാണ്. നല്ല ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയ സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൽ ഷൂസ് കൊടുക്കണം. സോക്സ് അലോഡഡാ. എൻട്രി ഫീസ് ഒന്നുമില്ല. ഇങ്ങനെ കയറുക. നമ്മളിങ്ങനെ ഈ വഴി ഒന്ന് കയറുകയാണ്. നല്ല ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയ സ്ഥലമാണ്. അകത്ത് ഫോട്ടോഗ്രാഫിയോ അലൗഡഡ് അല്ല. അതുകൊണ്ട് ഞാൻ വെളിയിലോട്ട് ചാടി. അപ്പോൾ അകത്ത് നല്ല അടിപൊളി വ്യൂ ആണ്. ഈ കല്യാണം കഴിഞ്ഞവർ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക്. ബിർള മന്ദിറിൻ്റെ നല്ല മാർബിളിൽ ഭയങ്കരം വാസ്തുശില്പ ശാസ്ത്രത്തോടു കൂടി അങ്ങനെയൊക്കെ പറയാം കേട്ടോ ഉണ്ടാക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ താജ്മഹലുമായിട്ട് വേണേൽ കമ്പയർ ചെയ്യാം. കാരണം അത്രയും കൊത്തുപണികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞെട്ടിപ്പോകുന്ന കൊത്തുപണികളാണ്. നമുക്ക് ഇൻസൈഡ് ഫോട്ടോഗ്രാഫിയും വീഡിയോയും അലോഡഡ് അല്ല. പോലീസ് സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലുക്കാണ്. ഇപ്പോൾ തൊട്ടടുത്ത് ഇതേപോലെ വേറെ ചെറിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ വരും അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. നമ്മുടെ സുഹൃത്ത് അതിൽ നടപ്പുണ്ട്. നല്ല ചൂടാണ്. 42 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് ഇന്നത്തെ ഇവിടുത്തെ. അപ്പോൾ ഏകദേശം ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളും എല്ലാം. ഇൻസൈഡ് പറ്റത്തില്ല കേട്ടോ. അതാണ് സംഭവം. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഇവിടുന്ന് ഇതുണ്ടോ. ഇതിൻ്റെ അടിയിൽ നിന്നാണ് ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഉണ്ട്. ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു ടയർ കയറി ഇവിടെ മറ്റൊരു ടയർ കയറി ഇത് മറ്റൊരു ടയറിലോട്ടാണ് കയറി പോവുക. വലിയൊരു സംഭവമാണ് കേട്ടോ. രാജസ്ഥാൻ വന്നിട്ടുണ്ട് മസ്റ്റ് വിസിറ്റാണ് ബിർള മന്ദിർ. അപ്പോൾ ബിർള മന്ദിറിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അവിടെ കുടിക്കാൻ വെള്ളമുണ്ട്. തിരിച്ച് ഷൂസ് മേടിച്ചു. 2 രൂപയാണ് അവർ ആകപ്പാടെ ചാർജ് ചെയ്യുന്നത് ഒരു പേർ ഷൂവിന്. ഇത് നമ്മൾ കാണിച്ച ഗാർഡൻ തന്നെയാണ്. അടിപൊളി സംഭവമാണ് കേട്ടോ. ഇവിടെ എല്ലാവരും നിന്ന് ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. നല്ല ചൂടാണ്. 42 ഡിഗ്രി സെൽഷ്യസ് ആ ചൂട്. നല്ല അടിപൊളിയാണ്. കല്യാണം കഴിഞ്ഞവരൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് പോകാറുണ്ട്. നല്ലൊരു ഫേമസ് സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ എക്സിറ്റിനോട് ചേർന്ന് ഇവിടെ വണ്ടി പാർക്കിംഗ് ഉണ്ട്. എക്സിറ്റിനോട് ചേർന്ന് ഇതേപോലെ ഒരു വെള്ളം കുടിക്കാനൊരു ഷോപ്പുണ്ട്. ഒരു ന്യായപ്പെട്ടൊരു 100-400 മീറ്റർ നടക്കാമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ക്ഷീണിച്ച് വരുന്നവർക്ക് വെള്ളം കുടിക്കാൻ ഇവിടുന്ന്. അതേപോലെ അവിടെ സ്നാക്സ് ഷോപ്പുണ്ട്. അതേപോലെ അവിടെ ഇച്ചിരി പർച്ചേസിങ്ങിനായിട്ടുള്ള ഷോപ്പും അവിടെ ഉണ്ട്. ഇതാണ് ബിർള മന്ദിറിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും.
നമുക്ക് വന്നിട്ട് എത്ര നേരം വേണമെങ്കിലും അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാം. ഇതിൻ്റെ മേളിൽ തൊട്ട് മേളിലൊരു വലിയ കോട്ടയുണ്ട്, കണ്ടോ? വലിയൊരു കോട്ടയുണ്ട് അതിൻ്റെ മേളിൽ. കോട്ടയെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് തകരാറായി. വർഷങ്ങൾ പഴക്കമുള്ള കോട്ടയാണ്. ഇതാണ് സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ പിങ്ക് സിറ്റിയിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാം. നല്ല ട്രാഫിക്കാണ്. ഇതാണ് നമ്മുടെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്. അതിൻ്റെ മെയിൻ കവാടമാണ്, എൻട്രിയാണ് ഈ കാണപ്പെടുന്നത്. കൈ വെളിയിലോട്ടിട്ടാൽ നാട്ടിൽ വരുമ്പോൾ കൈകാഞ്ഞും കാണില്ല, അത്രയും ട്രാഫിക്കായിരുന്നു. മറപ്പിച്ച് കയറുക. ഇതാണ് എൻട്രൻസാണ്. കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ ഇതിലെ വന്നായിരുന്നു. ഇതാണ് ജയ്പൂരിൻ്റെ പിങ്ക് സിറ്റി. ബിൽഡിങ്ങിനെല്ലാം ടെക്സ്റ്റുകളാണ്, അടിപൊളി ബിൽഡിങ്ങാണ്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു ടൗണിൽ ഒരു പ്രത്യേക കളറെല്ലാം കൊടുത്ത് ഒരു അട്രാക്ഷൻ പോലെയൊക്കെ ചെയ്യാം. പക്ഷെ അതൊന്നും ചെയ്യത്തില്ല. എല്ലാ ബിൽഡിങ്ങിനും പിങ്ക് കളറാണ്. പഴയതുണ്ട്, പുതിയതുണ്ട്, എല്ലാം അടിപൊളി, നല്ല രസമാണ്. അതുപോലെയല്ല ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അജാതി പോലീസുണ്ട്. കറക്റ്റ് അതിൻ്റെ റിംഗ് റൗണ്ടിലാണ് ആ പ്രോഗ്രാം നടക്കുക. കഴിഞ്ഞ ദിവസം രാത്രി നമ്മളിതിലെ വന്നു പോയതാണ്. ഹവാമഹൽ കാണാൻ ഇതിലെ നമ്മളൊന്ന് വന്നു പോയതാണ്. അതിലെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം. കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തേക്കാം. ഡേയിലെ ഫോട്ടോ എൻ്റെ ഫോട്ടോ നിന്ന് വ്യത്യാസം ഫോട്ടോ എടുത്തേക്കാം. കഴിഞ്ഞ ദിവസം രാത്രി വന്ന് നമ്മളിത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തതാണ്. നൈറ്റിലെ ഹവാമഹൽ നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു. ഇതാണ് ഡേ ടൈമിലെ ഹവാമഹൽ. രാത്രിയുടെ അത്രയും സുന്ദരനല്ല ഇവൻ. ഇവിടെ പാർക്കിംഗ് ഒന്നും പറ്റില്ല, ജസ്റ്റ്മാർ ടെമ്പററി ആയിട്ട് ഇട്ടേക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നു ഇവിടെ. ഇത് തന്നെ പിങ്ക് സിറ്റിയുടെ ഒരു പോർഷനാണ്. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ബിസിനസ്സുകാരുണ്ട്. കടയിൽ പോയാൽ മതി, വലിച്ചു കയറ്റുമാർ. ചെപ്പൽസും ക്ലോത്ത്സും ആണ് മെയിനായിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.